ഇന്ന് നമ്മുടെ യാത്ര നാരങ്ങത്തോട് വാട്ടർഫാൾസിലേക്കാണ് യാത്ര. എൻ്റെ കൂടെ അഫ്നാനുണ്ട്, അതുപോലെ ഇർഫാനുണ്ട്. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ യാത്രയുടെ ഓരോ കാഴ്ചകളൊന്ന് കാണാം. നാരങ്ങാത്തോടിലേക്ക് എൻ്റെ നാട്ടിൽ നിന്നും അഥവാ തിരൂരങ്ങാടിയിൽ നിന്നും 64 കിലോമീറ്ററാണ് ഉള്ളത്. മുക്കം എത്തിയപ്പോഴേക്കും മഴയെല്ലാം കുറഞ്ഞിരുന്നു. രണ്ട് മണിക്കൂർ ഉള്ളിൽ തന്നെ ഞങ്ങൾ നാരങ്ങത്തോടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വണ്ടി ഞങ്ങൾ അടുത്തുള്ളൊരു വീട്ടിലേക്ക് പാർക്ക് ചെയ്ത് വെച്ചു. കാരണം ഞങ്ങൾ അന്ന് നൈറ്റ് അവിടെ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യാം എന്നുള്ള രീതിയിലാണ് വന്നിരുന്നത്. വണ്ടിയിൽ നിന്ന് സാധനങ്ങളെല്ലാം ഇറക്കി, വെള്ളത്തിൻ്റെ ബോട്ടിൽ, അതുപോലെ ടെൻ്റ് ഉണ്ടായിരുന്നു, ചെയർ, ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് അവർ പറഞ്ഞ് കുറച്ച് അങ്ങോട്ട് 2 കിലോമീറ്ററിൻ്റെ അടുത്ത് അങ്ങോട്ട് താഴോട്ട് നടക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ കാണുന്നതാണ് നാരങ്ങത്തോടിലെ അതിമനോഹരമായ കാഴ്ചയാണ്. നമുക്ക് കാണാം, ഈ തൂക്കുപാലം, പഴയ ഒരു തൂക്കുപാലാണ് കാണുന്നത്. നല്ല വെള്ളച്ചാട്ടവും നല്ല പാറക്കല്ലുകളുമായിട്ടുള്ള ഇതാണ്. ആ കാണുന്നതിലേക്കൂടെ വെള്ളം ഇതിലും കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ മഴ കുറവായതുകൊണ്ടാണ്. ഇവിടെ എത്തിയപ്പോഴേക്കും മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ടെൻ്റെല്ലാം ഓപ്പൺ ചെയ്തു. ടെൻ്റ് കെട്ടാം എന്ന രീതിയിൽ ടെൻ്റെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെൻറ്റും എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടെൻറ്റ്. ഞങ്ങൾ 3 പേരും ഉണ്ട്, ഒരു ടെൻറ്റും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ രാത്രിത്തെ ഇവിടെ കിടന്നുറങ്ങിയിട്ട് രാവിലെ ഞങ്ങൾ ഒരു 8 മണി 9 മണി ആകുമ്പോൾ തിരിച്ചു പോകും. അതാണ് നമ്മുടെ പ്ലാന്. രാത്രിക്കുള്ള ഫുഡൊക്കെ ഞങ്ങൾ ഇവിടെ കുക്ക് ചെയ്യാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു രക്ഷയില്ല, അടാറ് വൈബാണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇനി നല്ല വ്യൂസൊക്കെ നമുക്ക് രാവിലെ കാണാൻ പറ്റും. ഏർലി മോർണിംഗ് ആയിട്ട് നമുക്ക് നല്ല വ്യൂ കിട്ടുന്നതായെന്ന് വിചാരിക്കുന്നു. കോടൊക്കെ ഉണ്ട്. മഴയ്ക്കുള്ള സാധ്യത നല്ലവണ്ണം ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഇങ്ങോട്ടൊന്നും വെള്ളം കയറില്ല എന്നാണ് വിചാരിക്കുന്നത്. ഇത് അത്യാവശ്യം ഹൈറ്റിലാണ് നമ്മൾ ടെൻറ്റ് കെട്ടിയിട്ടുള്ളത്. ഇപ്പോൾ സമയം 6:30 അത്യാവശ്യം ഇരുട്ടായി വരുന്നുണ്ട്. ഇത്ര ഹൈറ്റിലാണ്, ഇങ്ങോട്ടൊന്നും വെള്ളം കയറില്ല എന്നാണ് ഇവിടെ അടുത്തുള്ള ആളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയാം. അത്യാവശ്യം നല്ല മഴയുണ്ട്, പുറത്ത് നല്ല മഴയാണ്. അങ്ങനെ 3 ആളുകൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിൽക്കാൻ കഴിയുന്നൊരു ടെൻ്റ് തന്നെയാണ്. ടെൻ്റ് നല്ല ക്വാളിറ്റിയൊക്കെ ഉഷാറാണ്, ഒരു സംശയമില്ല. അപ്പോൾ നമുക്കിനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ സമയം ഇപ്പോൾ 8:30 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ രാത്രി ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ സ്റ്റൗവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ വരുമ്പോൾ ഒരു 5 ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെ ക്യാനും കൊണ്ടുവന്നുണ്ട്. അതുപോലെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് ഇതൊന്നും എടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഗ്യാസിൻ്റെ ബോട്ടിൽ, ഇതൊക്കെ 3-4 പീസ് തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ലാസ്റ്റ് മുട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഈ 3 പാത്രം നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോൻ്റെ താഴെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വേസ്റ്റ് ഒന്നും ഇവിടെ ഒഴിവാക്കുന്നില്ല കേട്ടോ, നമ്മൾ കവർക്ക് ഇടുന്നുണ്ട്. പിന്നെ നമ്മളെ ചാനലിൽ കുക്കിംഗ് വീഡിയോ ആണ് കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ താഴോട്ടുള്ള വീഡിയോസൊക്കെ കണ്ടാൽ നമുക്ക് അറിയുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് സവാള ഇതിൽ കാണും. തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടാകും. പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ ഫസ്റ്റായിട്ടാണ് നമ്മൾ ക്യാമ്പിങ്ങിന് വരുന്നത്. ഫസ്റ്റായിട്ട് പറയുന്നത് കേട്ടോ. അതുപോലെ നമ്മളെ അതിന് കയ്യിൽ ഇളക്കാൻ വേണ്ടിയിട്ട് അത് ഇട്ടാൻ മറന്നു പോയി. അതെല്ലാം നമ്മൾ കത്തി ഉപയോഗിച്ചിട്ടാണ് ആക്കുന്നത്. സവാള ഒന്ന് സെറ്റാൻ വേണ്ടി ഒന്ന് മൂടി വെക്കാം. കാന്താരി നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തു. നല്ല മഴ എന്താ പെയ്യുന്നത്, നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടെൻറ്റിൻ്റെ ഉൾഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ താഴെ ഭാഗത്തായിട്ട് വിരിച്ചാൻ വേണ്ടിയിട്ട് പുതപ്പെല്ലാം എടുത്തിട്ടുണ്ട്. രാത്രി 10 മണിയായപ്പോഴേക്കും ഫുഡെല്ലാം കഴിച്ചു ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ എണീറ്റൊന്ന്
പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് തന്നെ ഞങ്ങൾ തിരിച്ചു പോയി. ഈ കാണുന്ന വീഡിയോസ് ഞങ്ങൾ പോയി ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം എൻ്റെ കുറച്ച് കൂട്ടുകാർ എൻ്റെ ഫോട്ടോ എടുത്ത ഫോട്ടോസൊക്കെ കണ്ടിട്ട് വീണ്ടും അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് വീണ്ടും ഞങ്ങൾ അങ്ങോട്ട് പോയി. അതൊരു ദിവസം ഉച്ചയ്ക്ക് പോയി വൈകിട്ടായപ്പോഴേക്കും തിരിച്ചു വന്നു. കിലോമീറ്റർ നടന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ സ്റ്റുഡിയോയിൽ